നിതിൻ നബീൻ BJP ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി കേരളത്തിലേക്ക് എത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ചയാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ആവേശം പകരാൻ തന്നെയല്ലേ നിതിൻ നബീൻ്റെ ഈ സന്ദർശന ഉദ്ദേശ്യം? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. BJP പ്രവർത്തകർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കളമൊരുക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയാണ് BJPയുടെ ദേശീയ അധ്യക്ഷനായ നിതിൻ നബീൻ കേരളത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം 1:40 ഞങ്ങൾ നിൽക്കുന്ന ഈ കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ അദ്ദേഹത്തിന് സ്വീകരണം വലിയ രീതിയിൽ ഒരുക്കുന്നുണ്ട്. ആവേശോജ്വലമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് എയർപോർട്ടിൽ ഒരുക്കുന്നതിന് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നത്. ചെണ്ടമേളവും അതുപോലെ തന്നെ കാവടിയും പൂക്കാവടിയും ഒക്കെ ഒരുക്കിക്കൊണ്ടുള്ള ആവേശോജ്വലമായ സ്വീകരണം ഇവിടെ അദ്ദേഹത്തിന് നൽകും എന്നുള്ളതാണ്. ഏതായാലും നിതിൻ നബീൻ അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അദ്ദേഹം ആദ്യം ഇവിടെ എത്തി, പിന്നീട് അടുത്തതായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നത് നേരെ എയർപോർട്ടിന് എതിർവശത്തുള്ള താജിൽ നടക്കുന്ന കോർ കമ്മിറ്റി BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് അദ്ദേഹം രണ്ടാമതായിട്ട് പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ ബൂത്ത് അധ്യക്ഷന്മാരുടെ സമ്മേളനം അതിൽ പങ്കെടുക്കും. 3:30 മുതൽ 4 മണിയോടുകൂടി ആയിരിക്കും ആ സമ്മേളനം അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുക. അത് കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് പാലാരിവട്ടം റിനയിലുണ്ട്, അവിടെ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം ഒരു 7 മണിയോടുകൂടി പ്രാന്ത കാര്യാലയത്തിലും അദ്ദേഹം സന്ദർശനം നടത്തും. ഒപ്പം സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച താജിൽ വെച്ച് തന്നെ രാത്രി 8:30 നടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന ആ വിവരം. ഏതായാലും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടി BJP വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കേരളത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം BJP ക്യാമ്പുകളിൽ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വിജയിക്കാനായി, ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുമ്പോൾ 11 നിയമസഭകളിൽ BJP ഒന്നാമതെത്തിയിട്ടുണ്ട്. ഏകദേശം 35ഓളം ഇടങ്ങളിൽ BJP നിർണായകമായി കേരളത്തിൽ മാറിയിരിക്കുന്ന ഒരു ഫലമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി നഗരസഭകളിൽ, അതായത് തൃപ്പൂണിത്തറയിലും പാലക്കാടും നഗരസഭയിൽ ഭരണം ലഭിച്ചു. പാലക്കാട് നഗരസഭയിൽ 3ാമതും തുടർ ഭരണത്തിൽ കയറാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJP ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആവേശം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3ാമത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ BJPക്ക് കേരളത്തിൽ നിർണായക ശക്തിയായി മാറുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് എന്തൊക്കെ തന്ത്രങ്ങൾ സ്വീകരിക്കണം, ഏതെല്ലാം തന്ത്രങ്ങൾ മെനയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ദേശീയ അധ്യക്ഷന്റെ വരവിൽ ചർച്ചയാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള വ്യക്തിയാണ്. ദേശീയ അധ്യക്ഷന്റെ ചുമതലയിലേക്ക് അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടൊരു പേരായിരുന്നു നിതിൻ നബീൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിതിൻ നബീൻ ഈ ഒരു ചുമതലയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങളായിരിക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പിടിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കാൻ പോകുന്നത് എന്നുൾപ്പെടെയുള്ളത് ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഏതായാലും ഇന്നിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും, വലിയ സ്വീകരണമാണ് ഒരുക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത് സാനു K. സജീവ് കൂടിയുണ്ട്. സാനു, BJPയുടെ ദേശീയ അധ്യക്ഷൻ അങ്ങനെ കേരളത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ ഏതായാലും ഇനി എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം, അത് ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതാണ്. BJP അതിവേഗം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാഴ്ച. സമാന രീതിയിൽ കേരളത്തിലും അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കില്ലേ ഈ അധ്യക്ഷന്റെ വരവിന് ശേഷം ഉണ്ടാവാൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അധ്യക്ഷന്റെ ഈ യോഗത്തിൽ ചർച്ചയാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തൃശ്ശൂരിലാണ് നാളെ ഉള്ളത്. തൃശ്ശൂരിലും എന്തൊക്കെ പ്രോഗ്രാമുകളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്? അരുൺ, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കം മറ്റ് ഇടത് വലത് മുന്നണികൾ നടത്തുന്നതിനേക്കാൾ ഒരു പടി മുന്നേ നടത്തിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ വേണ്ടി തന്നെ ആവണം ഒരുപക്ഷെ BJP തയ്യാറെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകുന്നത് തന്നെയാണ് ഈ ദേശീയ അധ്യക്ഷന്റെ സന്ദർശനം. എന്തായാലും നാളത്തെ സന്ദർശനവും, അതായത് ഇന്നും നാളെയുമാണ് അദ്ദേഹം കേരളത്തിൽ തുടരുന്നത്. ഇന്ന് കൊച്ചിയിലെ പരിപാടിയാണ്. ഇതിനുശേഷം വരുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുകയാണ്. കാരണം 7 നിയോജക മണ്ഡലങ്ങളിൽ 6 നിയോജക മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഐതിഹാസികമായിട്ടുള്ള ഒരു വിജയം തൃശ്ശൂരിലുണ്ടായത്. അതിന്റെ തനിയാവർത്തനം ഉണ്ടാവുമെന്ന് തന്നെയാണ് BJP കേന്ദ്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം, കുറ്റമറ്റൊരു പ്രവർത്തനം നടത്തിക്കൊണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നല്ല സ്ഥാനാർത്ഥികളെ, മുതിർന്ന ആളുകളെ തന്നെ, മുതിർന്ന നേതാക്കളെ അടക്കം കളത്തിലിറക്കിക്കൊണ്ട്, പൊതുസമ്മതരെ അടക്കം കളത്തിലിറക്കിക്കൊണ്ട് തൃശ്ശൂരിൽ ഒരു വലിയ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നാന്ദി കുറിക്കൽ കൂടിയാവണം നാളെ തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. അതായത് ശക്തി കേന്ദ്ര ഇൻചാർജിമാരുടെ യോഗമുണ്ട്. അതുപോലെ തന്നെ ബജറ്റ് ചർച്ച. ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എയിംസ് നൽകിയിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ വലിയ ആരോപണമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു മറുപടി. എന്തുകൊണ്ട് എയിംസ് കിട്ടിയില്ല? സംസ്ഥാനം അതിനുവേണ്ട കാര്യങ്ങൾ ഒരുക്കിയോ? അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയോ? ഈ വിഷയങ്ങളിലടക്കം നാളെ ചർച്ച നടക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. നാളെ പൊതുസമ്മതരെയും അതേപോലെ സമൂഹത്തിന് നാനാ തുറകളിലുള്ളവരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ചർച്ചയാണ് തൃശ്ശൂരിൽ നാളെ നടക്കാൻ പോകുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP കാലുവെച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അടക്കം നടത്തിക്കൊണ്ട് ഒരു പടി മുന്നേ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ട ഗോതയിലേക്ക് BJP ഇറങ്ങുകയാണ്. അതുതന്നെയാണ്. ഒപ്പം നമുക്കിവിടെ ചുറ്റിലുമുള്ള ഒരുക്കങ്ങൾ കാണാൻ സാധിക്കും. ഒരു വശത്ത് പൂക്കാവടിയുണ്ട്, മറുവശത്ത് മറ്റൊരു കാവടിയുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളും ചെണ്ടമേളവും വാദ്യമേളങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ വിപുലമായ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കേരളത്തിലേക്ക് BJPയുടെ ദേശീയ അധ്യക്ഷൻ എത്തുന്ന സമയത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് കേരളത്തിൽ ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവുന്ന കാലഘട്ടം കൂടെയാണിത് എന്നുള്ളതാണ്. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിലും അതല്ലെങ്കിൽ കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പല പദ്ധതികളും കൃത്യമായി നടപ്പാക്കാത്ത സാഹചര്യമുണ്ട്. നാളെ തൃശ്ശൂരിലെ ബജറ്റ് ചർച്ചയൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായി മാറുന്ന കാര്യം എന്നുള്ളത് എയിംസ് ഉൾപ്പെടെ കേരളത്തിന് നേരത്തെ മധുരയ്ക്ക് ലഭിച്ച സമയത്ത് തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അപ്പോഴും മധുരയിൽ അവിടെ ചികിത്സ തുടങ്ങിയിട്ടും കേരളത്തിൽ അത്തരത്തിൽ ചികിത്സ തുടങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകാടാണെന്നുള്ളതാണ്. PM-ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയ കേരളത്തിൻ്റെ നിലപാടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും ദേശീയ അധ്യക്ഷന്റെ വരവിൽ ചർച്ചയാവുമ്പോൾ BJP ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞു വെക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ദേശീയ അധ്യക്ഷനെ കാത്ത് ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് കൂടെ നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു. എത്രത്തോളം ആവേശമാണ് ദേശീയ അധ്യക്ഷൻ വരുമ്പോൾ? ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക്. തീർച്ചയായും എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വരുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ പ്രവർത്തകരും വളരെ ആകാംക്ഷയോടെ തന്നെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ് ഓരോ നിമിഷവും. ഇങ്ങനെയാണ് കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ദേശീയ അധ്യക്ഷന്റെ വരവ്. യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു അധ്യക്ഷനാണ്. 45 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹത്തെ പോലെ ഒരു ചുറചുറുക്കുള്ള ഒരു യുവത്വമുള്ള ഒരു പാർട്ടി ഇന്ത്യയിൽ വേറെയില്ല. പ്രതീക്ഷയാണ് 100%. എത്രത്തോളം പ്രതീക്ഷയാണ്? ദേശീയ അധ്യക്ഷൻ പാലക്കാട്ട് ഈ കേരളത്തിലേക്ക് വരുന്നു, കൊച്ചിയിലേക്ക് എത്തുന്നു. 100% വിജയം. 100%. പ്രതീക്ഷയിലാണ്. എത്രത്തോളം പ്രതീക്ഷയാണ്? എന്താണ് അദ്ദേഹത്തിന്റെ വരവില്? 100% ആത്മവിശ്വാസം. മാറാത്തത് മാറും, മാറിക്കൊണ്ടേയിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മാറും. കേരളം മാറും, അതാണ് പ്രതീക്ഷ. കേരളം മാറണം. കേരളം മാറിയാൽ ശരിയാവില്ലല്ലോ. കേരളത്തിൻ്റെ അതേമാതിരിയുള്ള നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം മാറ്റിയെടുക്കാൻ 100% ശരിയാവും. 100% BJP ഭരിച്ചിരിക്കും. അതുതന്നെയാണ്. ഏതായാലും ഒരുപാട് പ്രവർത്തകരുണ്ട്, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അപ്പുറത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ ഒരുപാട് നേരമായി ഇവിടെ എത്തി ദേശീയ അധ്യക്ഷനെ കാത്തിരിക്കുകയാണ്. എല്ലാവരും ആദ്യമായിട്ട് കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുന്ന ദേശീയ അധ്യക്ഷന് അപേക്ഷോജ്വലമായ സ്വീകരണം നൽകുക എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ ഉദ്ദേശം. നല്ല വെയിലാണ്. വെയിലിനൊക്കെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും 1:40 തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ
കൊച്ചിയിലെ ഈ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കളം ഒരുക്കാൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അല്പസമയത്തിനകം കേരളത്തിലെത്തും. നിതിൻ നബീൻ എത്തുന്നത് 2 ദിവസത്തെ സന്ദർശനത്തിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രാഥമിക ചർച്ചകൾ ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടക്കും. BJP നേതൃയോഗത്തിലും എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിവിധ പരിപാടികളിലും ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കും. ഇനി നമുക്ക് കോർ കമ്മിറ്റി യോഗം നടക്കുന്ന കൊച്ചിയിലെ ഹോട്ടലിലേക്ക് പോകാം. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.